നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന പല്ലവി എഴുത്തുപുര വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ശോഭ പനിച്ചു പറിച്ച് കിടക്കുവാണ്. ശോഭയുടെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാന്നൊക്കെ മാഷ് പറഞ്ഞെങ്കിലും ശോഭ അതിനൊന്നും തയ്യാറായതുമില്ല. മുകുന്ദൻ മാഷ് ശോഭയെ വന്ന് എഴുന്നേപ്പിച്ച് കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ആ സമയത്താണ് പല്ലവിയുടെ വരവ്. അങ്ങനെ പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞ മോള് വന്നോന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് പല്ലവി ചോദിച്ചു, അല്ല അമ്മയ്ക്ക് ഇത് എന്തു പറ്റി, അമ്മ എന്താ കിടക്കണേന്നൊക്കെ ചോദിച്ചു. അതെ, അമ്മയ്ക്ക് തീരെ വയ്യ മോളെ, നല്ല പനിയുണ്ടെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ പല്ലവി ചോദിച്ചു, എന്നിട്ട് എന്താ അച്ഛാ, അച്ഛൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ, അച്ഛനൊന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു, അത് പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ ശോഭയോട് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോന്ന്, പക്ഷെ അവള് കൂട്ടാക്കില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശോഭ പതുക്കെ എഴുന്നേക്കുക. ആ സമയം പല്ലവി എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്നോട് വിളിച്ചിട്ട് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ലായിരുന്നു ചോദിച്ചു. അതൊന്നും സാരമില്ല, നിനക്ക് അതിനേക്കാളും വലിയ ടെൻഷനായിട്ടല്ല നീ അവിടെ ഇരിക്കുന്നേ, അതിന്റെ ഇടയ്ക്ക് പിന്നെ ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഉള്ളൂ, ഒരു പനിയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അമ്മേ, എനിക്ക് ഇതാ ഇഷ്ടപ്പെടാത്തുള്ളേ. ഒന്നുമല്ലേലും ഞങ്ങൾ രണ്ട് മക്കളില്ലേ, മക്കളില്ലാത്ത അനാഥരൊന്നും അല്ലല്ലോ, പിന്നെ ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയി എന്തേലും ചെയ്യത്തില്ലേന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പല്ലേ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അമ്മ റെഡിയാവുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറഞ്ഞു. ശോഭ പറഞ്ഞു, ഇപ്പം എനിക്ക് കുറച്ച് കുറവുണ്ട് മോളെ. അതെ, മാഷ് ഗുളികയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, പനിയുടെ ഗുളികയൊക്കെ കൊണ്ട് തന്നായിരുന്നു, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്തിരി ഭേദമുണ്ടെന്ന് പറയാണ്. പല്ലി പറഞ്ഞു, എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയുമെങ്കിലും ചെയ്യുക, ഞങ്ങളല്ലാതെ വേറെ ആരാ അച്ഛനും അമ്മയെ നോക്കാനായിട്ടുള്ളേ. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, ഞാനും പറഞ്ഞ, പക്ഷേ എങ്കിൽ ശോഭയ്ക്ക് സമ്മതമല്ല, അവളുടെ മനസ്സിനറിയും നിന്നെക്കുറിച്ചും പാറുവിനെ കുറിച്ചുള്ള ടെൻഷനുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്തിട്ട്. ഇപ്പോൾ ഒരാളുടെ ജീവിതം ഒന്ന് സേഫ് ആയി കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് വീണ്ടും ഓരോരോ പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അപ്പോഴേക്കും ശോഭ ചോദിച്ചു, എങ്ങനെയായി മോളെ കാര്യങ്ങൾ, ലക്ഷ്മി സേതുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയായി? ഓ, അതെങ്ങനെയാവാന്, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നമ്മേ, എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ലക്ഷ്മി അമ്മ തിരിച്ചറിയുമായിരിക്കും സേതുവേട്ടനെ, ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞു, സാരമില്ല, എല്ലാം ശരിയാകും. അപ്പോഴേക്കും പല്ലി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അമ്മ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു. എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. മാഷ് പറഞ്ഞു, ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആഹാരമൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുക, ഞാൻ ഇത്തിരി കഞ്ഞിയൊക്കെ വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് പല്ലവി പെട്ടെന്ന് അടുക്കളയിൽ കയറി ശോഭയ്ക്കുള്ള ആഹാരമൊക്കെ തയ്യാറാക്കുകയാണ്. ഈ സമയത്ത് പൂർണിമ ലക്ഷ്മിനെ കാണാനായിട്ട് പോയി. കാരണം ലക്ഷ്മിയുമായിട്ടൊരു ചർച്ച നടത്തണം, സേതു ലക്ഷ്മിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ആ വാടക വീട്ടിലേക്ക് അങ്ങനെ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സേതു അവിടെ ഉണ്ടായിരുന്നു. സേതു പുറത്തുണ്ടായിരുന്നു. പൂർണ്ണിമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതു ഇറങ്ങി വന്നു. സേതുവിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണിമയ്ക്ക് ഭയങ്കര വിഷമായി. പെറ്റമ്മ അല്ലെങ്കിൽ പോറ്റമ്മയാണല്ലോ, സ്വന്തം മോനെ പോലെ തന്നെയാണ് സേതുവിനെ കരുതിയിരിക്കുന്നത്. ഇന്ന് വരെ സേതുവിനോട് ദേഷ്യപ്പെട്ടൊരു വാക്കോ ഒരു പ്രവൃത്തി ഒന്നും പൂർണ്ണിമയുടെ നാവിൽ നിന്നും ഉണ്ടായിട്ടുമില്ല. അതുപോലെ മാറ്റി നിർത്തിയിട്ടുമില്ല. തൻ്റെ പെൺമക്കളെക്കാളും കാര്യമായിട്ടാണ് സേതുവിനെ കരുതിയിരിക്കുന്നത്. സേതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ വെച്ചു, അല്ല എങ്ങനെയായി, ലക്ഷ്മി പഴയതുപോലെ തന്നെയാണോ, അതോ ഇപ്പോഴും ഇപ്പോഴേ എന്തേലും മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേ സേതു പറഞ്ഞു, എനിക്കറിയില്ലമ്മേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് ഇങ്ങനെ, ഞാൻ ഇതുവരെയായിട്ടും അമ്മയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അറിവിൽ അമ്മയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അമ്മ എന്നെ അകറ്റി നിർത്തുന്നത് എന്താന്ന് മാത്രം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം പൂർണ്ണിമ പറഞ്ഞു, നീ വിഷമിക്കണ്ട. സേതു പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ലമ്മേ, പക്ഷെ അമ്മയുടെ ഈ സംസാരം കേട്ട് കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ അമ്മ ഇങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ അമ്മയോട് ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എന്നെ മകനായിട്ട് പോലും ഇപ്പോൾ കൂട്ടാക്കുന്നില്ല. അമ്മയുടെ കൺമുന്നിൽ പോലും ചെല്ലുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ല. അമ്മേനെ അകറ്റി നിർത്തിയേക്കോ എന്ന് പറഞ്ഞ് സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പൂർണ്ണിമയ്ക്ക് സഹിക്കാൻ പറ്റുമോ സേതുവിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ? തന്റെ മോനാണ് ഇവന്റെ കണ്ണ് നിറഞ്ഞാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പൂർണ്ണിമയ്ക്ക് നന്നായിട്ട് അറിയാം. പൂർണ്ണിമ പറഞ്ഞു, സാരമില്ല, ഞാൻ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ ലക്ഷ്മി അമ്മയോട് സംസാരിക്കാൻ പോയിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല. അമ്മയ്ക്ക് എന്നോട് കടുത്ത വാശിയ, എന്തോ ഒരു വൈരാഗ്യം പോലെ അമ്മ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കണേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട എന്ന് പറഞ്ഞു. പൂർണ്ണിമ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സേതു, കാരണം നിന്നെ അടുത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല. അതിന്റെ കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം, അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലോന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ നേരെ ലക്ഷ്മിയമ്മയെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെന്നു. ആ സമയം ലക്ഷ്മിയമ്മ മുറിയിലുണ്ടായിരുന്നു. പൂർണ്ണിമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ നോക്കി. ഓ, നീയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കണം. പൂർണ്ണിമ എന്നിട്ട് പറഞ്ഞു, അതെ, എനിക്ക് ലക്ഷ്മിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
അപ്പോഴേക്കും ലക്ഷ്മി വെച്ച് എന്താ, എനിക്ക് വേറെ ആരെക്കുറിച്ചും അല്ല സേതുവിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അല്ല സേതു ലക്ഷ്മി തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. അവൻ പാവമാണ്. അവനൊരു തെറ്റങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. അവന് എങ്ങനെയുള്ളവനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ലക്ഷ്മി പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ വക്കാലത്തുമായിട്ട് പൂർണ്ണിമ എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അവനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല. അവനെ മകനായിട്ട് ഞാൻ അംഗീകരിക്കാനും പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമ ചോദിച്ചു, എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയണേ? നിന്റെ മകനല്ലേ, നീ പ്രസവിച്ച മകനല്ലേ അവന്? ആയിക്കോട്ടെ, ഞാൻ പ്രസവിച്ച മകനൊക്കെയാ. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ അവനെ ഏറ്റവും വലിയ ശത്രു. അവൻ കാരണം എൻ്റെ ജീവൻ നശിച്ചേ. പൂർണ്ണിമ വെച്ചു, അവൻ കാരണം ജീവൻ നശിച്ചെന്നോ? അതെങ്ങനെ ശരിയാവും? അവൻ ഇന്ന് വരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തായിട്ട് എനിക്കറിയത്തില്ല. അവൻ്റെ അത്രയ്ക്ക് നല്ല സ്വഭാവം പോലും. അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അവനെ ആട്ടിയായിട്ട് നിർത്തിയേക്കുക. എത്ര ആട്ടിയാകറ്റിയാലും അവൻ പോകുന്നില്ല. കണ്ടില്ലേ, പട്ടിയെ പോലെ വന്ന് കിടക്കുന്ന കണ്ടില്ലേ? അവനോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോയിക്കളന്. അപ്പൊ കാവൽപ്പട്ടിയെ പോലെ അവൻ വന്ന് കിടക്കും ഇവിടെ. പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പൂർണ്ണിമയ്ക്ക് നല്ല ദേഷ്യമായി. പൂർണ്ണിമയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല സേതുവിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും. അത്ര സമയം ലക്ഷ്മി പറഞ്ഞതൊക്കെ കേട്ട് പൂർണ്ണിമ നിന്നു മിണ്ടാതെ. അപ്പോഴേക്കും പൂർണ്ണിമയ്ക്ക് ദേഷ്യം വന്നിട്ട് പൂർണ്ണിമ പറഞ്ഞു, ഇതേ ലക്ഷ്മി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ലക്ഷ്മിക്ക് അവനെ വേണ്ടെങ്കിൽ വിട്ടേരെ. ലക്ഷ്മി പട്ടിയായിട്ട് അവനെ കാണുന്നെങ്കിൽ ആ പട്ടിയെ ഞാൻ പൊന്നുമ്പറത്തി കൊണ്ടേ രാജാവായിട്ട് വാഴിക്കാണ്ട് എനിക്കറിയാം. അവൻ എൻ്റെ മോനാ. അവനെ കൊണ്ടേ രാജാവായിട്ട് ഞാൻ വാഴിച്ചോളാം. ലക്ഷ്മിക്ക് വേണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ലക്ഷ്മിയോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ അവൻ കാവൽപ്പട്ടിയായിട്ട് ഇവിടെ കിടക്കണം. അതറിയാവോ? അല്ലാതെ വേറൊന്നും കൊണ്ടല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ഒട്ടും സഹിച്ചില്ല. ഓ, അങ്ങനെയാണല്ലേ? ദേ പൊന്നുമ്പടത്തില് കൊണ്ട് രാജാവായിട്ട് വാഴിക്കുന്ന അങ്ങനെയാണെന്ന് കണ്ടിട്ടാണ് കാര്യം. ഇത്രയും കാലം പൂർണ്ണിമ പൊന്നുമ്പടത്തിൽ കഴിഞ്ഞ എൻ്റെ ഔദാര്യം കൊണ്ടാ. മാധവമേനന്റെ ഭാര്യ ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ പൂർണ്ണിമയും മാധവമേനോനും തമ്മിൽ കല്യാണം കഴിച്ച എങ്ങനെയാണെന്ന് എനിക്കറിയാം. ക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട് മാത്രമാണ്. പക്ഷെ നിയമപരമായിട്ട് ഇപ്പോഴും ഞാനാ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഔദാര്യത്തിൽ ഇത്രയും കാലം നീ അവിടെ കഴിഞ്ഞേ. നീ നിന്റെ മക്കളും മരുമക്കളും എല്ലാം കൂടെ 24 മണിക്കൂറിനുള്ളിൽ പൊന്നുമ്പടം വിട്ടിറങ്ങിക്കോണെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ പൂർണ്ണിമ വെച്ചു, എന്താ ലക്ഷ്മി പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും ഇറങ്ങിക്കോണെന്ന്. 24 മണിക്കൂർ സമയം തരും. നീ അവിടെ സേതുവിനെ രാജാവായിട്ട് വാഴിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇനിയിപ്പോ എൻ്റെ ഭരണം അവിടെ നടക്കാൻ പോന്നെ ഈ ലക്ഷ്മിയുടെ. ഇത്രയും കാലം നീ അവിടെ സൂക്ഷിച്ച് ജീവിച്ചില്ലേ? എൻ്റെ ജീവിതം തകർത്തല്ലേ നീ അങ്ങോട്ടേക്ക് കയറിയത്. ഇത്രയും നാളെ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഇനി അങ്ങനെയല്ലാന്ന് പറയണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, നിനക്ക് പോകാന്ന് പറഞ്ഞു. പൂർണ്ണിമ തകർന്നു പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല പൂർണ്ണിമ. പക്ഷേങ്കില് ലക്ഷ്മിക്ക് ഒരു ഭാവഭേദം ഇല്ലായിരുന്നു. പിന്നീട് പൂർണ്ണിമ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സേതു ചോദിച്ചു, എന്താ അമ്മേ, എന്താ പറ്റിയത്? കുറച്ചൊക്കെ കാര്യങ്ങൾ പുറത്തുനിന്ന് സേതു കേട്ടിട്ടുണ്ടായിരുന്നു. പൂർണ്ണിമയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും സേതു പറഞ്ഞു, അമ്മ വിഷമിക്കണ്ടെന്ന് പറയാണ്. പൂർണ്ണിമ പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ വീട് വിട്ട് ഇറങ്ങിക്കോണെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ സേതു ചോദിച്ചു, അങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയോട് സംസാരിക്കാന്ന് പറഞ്ഞു. വേണ്ട മോനെ, സംസാരിക്കണ്ട. എപ്പോഴാണെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടതല്ലേ? അല്ലെങ്കിൽ എനിക്ക് എന്താ അധികാരം അവകാശം അവിടെ ഇരിക്കുന്നേ? മാധവേന്റെ ശരിക്കുള്ള ഭാര്യ, നിയമപരമായിട്ടുള്ള ഭാര്യ ലക്ഷ്മിയല്ലേ? ലക്ഷ്മി കയറി താമസിച്ചോട്ടെ. ഞാനിനി അങ്ങോട്ടേക്കില്ല. എനിക്ക് അവിടെ താമസിക്കാനായിട്ട് ഒരു യോഗ്യതയില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ സേതുവിന് ഭയങ്കര വിഷമായി. സേതു പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലമ്മേ. ആ സമയം പൂർണ്ണിമ പറഞ്ഞു, വേണ്ട, സാരമില്ല എന്നൊക്കെ പറയണം. പക്ഷെങ്കിൽ പൂർണ്ണിമയെ തനിച്ച് പൊന്നുമ്പടത്തിലേക്ക് വിടാനായിട്ട് സേതു ഒരുക്കുമായിരുന്നില്ല. സേതു പൂർണ്ണിമയോടൊപ്പം പൊന്നുമ്പടത്തിലേക്ക് പോവാണ്. കാരണം സേതുവിൻ്റെ ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒന്നാമത്തെ കാര്യം വയ്യാത്താണ്. പൂർണ്ണിമയ്ക്ക് ഒരു മൈൻഡ് അറ്റാക്ക് കഴിഞ്ഞാണ്. ഏതും സംഭവിക്കാവുന്നൊരു കണ്ടീഷനാണ്. ഇത്രയും വിഷമിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്നാലും തൻ്റെ പെറ്റമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്ത് എന്തിനാന്ന് പോലും സേതുവിനും മനസ്സിലായില്ല. പക്ഷെ പൂർണ്ണിമയെ സേതു നല്ലതായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ലക്ഷ്മി അമ്മ അവിടെ അധികാരം സ്ഥാപിക്കാൻ എത്തും. പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടാനായിട്ട് പോകുന്നത്. ഇത്രയും കാലം ചെയ്ത് കൂട്ടി എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ ഒടുവിൽ ലക്ഷ്മി അമ്മ തിരിച്ചറിയുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.